നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. ഒരു ERP സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു ERPക്ക് ഒരു കമ്പനിയുടെ ഉള്ളിൽ ഇൻഫ്ലുവൻസുകൾ കൊണ്ടുവരാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ ഇന്ന് നോർമലി നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു SME കമ്പനി ആണെങ്കിലും ഇന്ന് മിക്ക SME കമ്പനീസും ഒരു ഷിഫ്റ്റിലേക്ക് വരുന്നുണ്ട്. പക്ഷേ പലർക്കും പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു കാര്യം, ഇന്നും എക്സൽ ഷീറ്റ്സ് വെച്ചിട്ടാണ് അവരവരുടെ ഫുള്ളൊരു റോൾ പ്ലേ നടത്തുന്നത് ബിസിനസ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒരു ERPയിലേക്ക് വരുമ്പോൾ അതിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? അല്ല, അതിനൊരു കാര്യമുണ്ട്. നമ്മളൊരു കമ്പനി തുടങ്ങുമ്പം അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥാപനം ഒരാൾ തുടങ്ങുന്ന സമയത്ത് അതെപ്പോഴും അതൊരു ചെറിയ രീതിയിൽ തുടങ്ങാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. ഒരു തുടക്കത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു അക്കൗണ്ടിങ്ങിൻ്റെ സാധനം വേണം. അപ്പോൾ അതിനുവേണ്ടി അവർ എന്തായിരിക്കും ചെയ്യുന്നത്? ഏറ്റവും സിമ്പിളായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ കോസ്റ്റ് വരാത്ത രീതിയിലുള്ള എക്സൽ, അതുപോലെ എന്തെങ്കിലും ടാലി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആപ്ലിക്കേഷൻസ് അവർ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസിന് മുകളിൽ വേണ്ടി വരുന്നൊരു സമയം എന്ന് പറയുന്നത് അത് ഗ്രോ ചെയ്യുന്ന സമയത്താണ്. അപ്പം ഒരു വലിയ ബിസിനസ്സുകൾ ചെയ്ത് പല ബിസിനസ് ചെയ്യുന്ന ഒരാൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അവർ ERP സിസ്റ്റം ആദ്യമേ ഇംപ്ലിമെൻറ്റ് ചെയ്യും. എന്നാൽ ചെറിയ ബിസിനസ് തുടങ്ങി ചെറിയ രീതിയിൽ ഗ്രോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കുറേ അധികം അവരുടെ ഗ്രോത്ത് ആയതിനു ശേഷമോ അല്ലെങ്കിൽ കമ്പനി കുറച്ചുകൂടെ വളർന്നതിന് ശേഷമായിരിക്കും. അപ്പോൾ അവിടെ സാധാരണഗതിയിൽ അക്കൗണ്ടിങ് മാത്രം എന്നുള്ള നിലയിൽ നിന്നും അതൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഇൻവെൻട്രി സിസ്റ്റം, മാനുഫാക്ചറിങ് ആണ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയുള്ള സിസ്റ്റം, അതുപോലെ തന്നെ HR സിസ്റ്റം, ഇതെല്ലാം വേണ്ടി വരും. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു കമ്പനിയെ കംപ്ലീറ്റ് ഒരു സൊല്യൂഷൻ കീഴിലേക്ക് എത്തിക്കുന്നതാണ് ERP എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓൾ ഇൻ വൺ പാക്കേജ് ആണ് ERP എന്ന് പറയുന്നത് എന്ന് പറയാം.